ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സണ്ണാണ്. വളരെ നല്ല എനർജിയാണ്, കണ്ടില്ലേ? സൺ നോക്കാം. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. സെവൻ ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, ദ ചാരിയറ്റ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് സൺ കാർഡ് കണ്ടില്ലേ? വളരെയധികം ഹാപ്പിനെസിന്റെ കാർഡാണിത്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി സന്തോഷങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ല? ഗിവ് യുവർസെൽഫ് പെർമിഷൻ ടു എക്സ്പീരിയൻസ് ജോയ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ചില അനുവാദങ്ങളും ചിലരുടെയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമായി വരുന്നു. അതുപോലെ തന്നെ മറ്റു ചിലരിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ, സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ, സാമ്പത്തികം പ്രതീക്ഷിക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സണ്ണെന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ടില്ലേ? ഇവിടെ സൂര്യനെ കാണുമ്പോഴല്ലേ സൂര്യകാന്തി പൂക്കൾ വിടരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ആ ഒരു പ്രകാശത്തെ സ്വീകരിക്കാൻ വേണ്ടി, അതുമല്ല അതിന്റെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സമയത്ത് പ്രകാശം വരുമ്പോൾ മാത്രമാണ് ഈ പുഷ്പം വിടരുന്നത്. ഇതിൽ നിന്നും ഒരുപാട് നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്തുകൊണ്ട് ആ വെളിച്ചത്തെ സ്വീകരിക്കാനുള്ള അതിൻ്റെതായ ഒരു വ്യഗ്രതയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് നെഗറ്റിവിറ്റീസ് ഇവിടെ നിന്നും മാറും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെയും സൂര്യന്റെ ഉദയത്തോടുകൂടി നമ്മുടെ ജീവിതത്തില് ഇരുട്ട് മറയുന്നു എന്നുള്ളതാണ്. ഇരുട്ട് മറയുമ്പോഴല്ലേ പ്രകാശം വരുന്നത് എന്ന് പറയുമ്പോൾ ഇരുട്ടാകുന്ന ദുഃഖത്തെ നമുക്ക് മറയ്ക്കാൻ സാധിക്കുന്നു. ഇവിടെ മറികടന്ന് നമുക്ക് മുന്നോട്ട് നല്ല ഒരു വെളിച്ചത്തിലേക്ക്, അതായത് സക്സസിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള എനർജി, ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനുള്ളത്, ഒത്തിരി പ്രതീക്ഷകൾ വെച്ചുകൊണ്ടിരിക്കുന്നു വിവാഹം നടക്കാനുള്ളവർക്ക്, അതുപോലെ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ചില വീട്, വാഹനം, ഇതിനൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചില സന്തോഷങ്ങൾ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനായിട്ടൊരു അർത്ഥമുണ്ടാകുന്നത്. അവിടെയാണ് നിങ്ങളിലേക്ക് ചില നെഗറ്റിവിറ്റീസ് ഒക്കെ ഒഴിഞ്ഞു മാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മായുന്നത് അവിടെയാണ്. പ്രതീക്ഷകൾ സഫലമാകുമ്പോഴാണ് ഇരുട്ട് മാറി കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ സൺ കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹാപ്പിനെസ്സിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഗഡ് ഫീലിംഗ് ക്യാൻ ആൾവേസ് ബി ട്രസ്റ്റഡ്. ഇവിടെ ഗഡ് ഫീലിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം അറിയാൻ കഴിയുന്നുണ്ട്
എന്തൊക്കെയാണ് നല്ലത്, നല്ല ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു അറിവ് ലഭിക്കുന്നു. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കും. ഉന്നതമായ അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഉൾക്കാഴ്ചകൾ, അതുപോലെ തന്നെ ജ്ഞാനദൃഷ്ടി ഉണ്ടാകുന്നു. ആ ജ്ഞാനദൃഷ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ എന്തൊക്കെയോ ലഭിക്കാൻ പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു എനർജി, ദൈവികമായ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുഭവത്തിൽ വരുന്നതാണ്. മനസ്സിലായി. അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം നടക്കുന്ന ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും. ആരാണ് നിങ്ങളോട് നല്ലത് പറയുന്നത്, ആരാണ് നിങ്ങളോട് മോശം പറയുന്നത്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ആലോചിക്കാതെ കൊണ്ട് പോലും അതിനുള്ള ഉത്തരം പറയാൻ സാധിക്കും. അതുപോലെ ആരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിനും സാധിക്കും. എല്ലാവരെ കൊണ്ടും അത് സാധിക്കുന്നതല്ല, അല്ലെ? രഹസ്യാത്മകമാണ്. ആർക്കും അറിയാത്ത ചില കാര്യങ്ങളെ അറിയാനുള്ള ഒരു കഴിവുണ്ടാകുന്നു. അതിനെ അവിടെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നു. പിന്നെ വേണ്ടിടത്ത് വേണ്ട പോലെ പ്രയോഗിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വേണ്ടാത്തതിനെ നമുക്കവിടെ മറച്ചു വയ്ക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 7 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. നിങ്ങൾക്ക് ചുറ്റിലും പ്രശ്നങ്ങളുണ്ട്. വാൺസ് ഫയർ സൈൻ ആണ്, എരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പൊ ഇവിടെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് പേർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, ആ കള്ളം പറഞ്ഞില്ലേ, ഈ കള്ളം പറഞ്ഞു. ഇതൊക്കെ നിങ്ങളോട് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്കൊരു സ്വല്പം പേടി അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേടി എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്തതാണ്. വാസ്തവത്തിൽ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞു പോലും ഉണ്ടാവില്ല. മനസ്സിലായി. അത് ചില ആൾക്കാരുടെ ഒരു അസൂയ നിറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് ചിലപ്പോൾ ചിലർക്ക് അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം ആരോപിച്ചുകൊണ്ട് വരുന്നതാവാം. നിങ്ങളാണ് അതിന്റെ തെറ്റുകാര്, അല്ലെങ്കിൽ തെറ്റുകാരി, അല്ലെങ്കിൽ കുറ്റക്കാരി എന്നൊക്കെയുള്ള ആ നിലയിൽ നിങ്ങളിൽ ഒരു തെറ്റ് അടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മറികടന്ന് വരണമെങ്കിൽ എന്താണ്, യൂണിവേഴ്സിലേക്ക് ഒരുപാട് വിശ്വാസം അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ നിങ്ങളുടെ വാക്കിനും പ്രവൃത്തിക്കും വിലയുള്ളതാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പിന്നീട് നീങ്ങാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഒഴിവാക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അത് നിങ്ങൾക്കൊരു നന്മയിലേക്ക് പോകാനുള്ള സമയമായിരിക്കണം. ഈ സമയത്താണ് പല ആൾക്കാരും നിങ്ങളോട് ആവശ്യമില്ലാതെ വഴക്കിന് വരുന്നത്. അങ്ങനെ വഴക്കിന് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ഇനി അവരുമായിട്ട് ഒരു സഹകരണവും വേണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയും നിങ്ങൾ സ്വയം ആ ബന്ധങ്ങളിൽ നിന്നും ഒഴിവാകുന്നുണ്ട്. മനസ്സിലായി. അങ്ങനെ ഒഴിവായി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്പിരിച്വൽ വേയിലൂടെ വരാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു, ഒരു പ്രചോദനം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെ എന്നോട് വഴക്കിന് വരുന്നവർ, എൻ്റെ ശത്രുത ഉള്ളവർ, അല്ലെങ്കിൽ എന്നോട് ശത്രുത കാണിക്കുന്നവർ ഒക്കെ എന്തിനെൻ്റെ ജീവിതത്തിൽ എന്നുള്ള ആ ഒരു നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും മറ്റു ചിലരെയൊക്കെ ഒഴിവാക്കുകയും ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കുന്നു. ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസിനായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് സോഡിന്റെ എനർജി. നിങ്ങൾ നിങ്ങളുടെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു, പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ശ്രമം മറ്റുള്ളവർ അംഗീകരിച്ചു തരുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു സക്സസിലേക്ക് വരാൻ സാധിക്കും. ചാരിയട്ടാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള എനർജി, ചിലപ്പോൾ ലൈസൻസ് ഒക്കെ കിട്ടാനുള്ള എനർജി, അതുമല്ല എങ്കിൽ മറ്റേത് കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെയും സമചിത്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെയും. മനസ്സിലായോ?
നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാവേ. ഇവിടെ ഹാങ്ഡ്മാൻ്റെ എനർജിയാണ് പേഷ്യൻ്റ് വിച്ച് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് തൽക്കാല സമയത്തേക്ക് എന്തെങ്കിലും ചില അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കുറച്ച് ഇൽനെസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു അസുഖം പോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു സുഖമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ല മുന്നോട്ട് എങ്ങനെ വരണം എന്നുള്ള ചിന്തയിൽ. അങ്ങനെ ആ ചിന്തയിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണോ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് എന്ന് കുറച്ചുകൂടി ആലോചിക്കുമ്പോഴാണ് ഒരു അവയർനെസ് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാവേ. ഇത് 10 ഓഫ് സോഡിന്റെ എനർജിയാണ് അല്ലേ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പല ആൾക്കാരുടെയും ശാപം നിങ്ങൾ ഏറ്റിട്ടുണ്ട്, ശാപവാക്കുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും, ഒരു തെറ്റും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളെ പരിഹസിച്ചിട്ട് മറ്റുള്ളവർ ചിരിക്കുന്ന എനർജി, മനസ്സിലായോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ കാണുമ്പോഴുള്ള ആ ഒരു അസൂയയാണ്. നിങ്ങളുടെ നല്ല അവസ്ഥ കണ്ടിട്ട് ചിലപ്പോൾ അസൂയപ്പെടാം. നിങ്ങളെ മനഃപൂർവ്വം നിങ്ങളെ പ്രതി ചേർക്കാം ചില കേസുകളിലൊക്കെ, മനസ്സിലായോ? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചിലപ്പോഴൊരു നല്ലൊരു വാഹനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു എനർജി കാണും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, അല്ലെ ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പക പോക്കാനായിട്ട് അല്ലെങ്കിൽ വിദ്വേഷം തീർക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക. അങ്ങനെ നിങ്ങൾ കുറെ അങ്ങ് തകർന്നടിഞ്ഞ ഒരവസ്ഥയിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല മറ്റുള്ളവർ. ഇവിടെ അതുപോലെ തന്നെ 7 ഓഫ് വാൻസിന്റെ എനർജി ഇതേപോലെ തന്നെയൊക്കെയാണ്. മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും. കാരണം 10 ഓഫ് സോഡ് അല്ലേ, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ 10 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു ഇപ്പോൾ. പക്ഷെ ഇവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. 10 അല്ലേ, ഇവിടെ എൻഡാണ് വന്ന് എൻഡിങ് ആയിട്ടുണ്ട്. ഇനി അത് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇനി പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ആവാൻ തുടങ്ങുന്നു. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. അത് പഴയതിനേക്കാളും ശക്തിയോടുകൂടിയുള്ള ഒരു വരവായിരിക്കും, മനസ്സിലായോ? അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു. വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ശക്തിയോട്, പൂർവാധികം ശക്തി പ്രാപിച്ച് തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു വലിയ പരാജയത്തിൽ നിന്നും, മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന പരാജയത്തിൽ നിന്നും മുന്നോട്ട് വളരെയധികം ശക്തിയോടുകൂടിയാണ് വരാൻ തുടങ്ങുന്നത്. കാരണം ആ ഒരു എൻഡിങ് അവിടെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ കർമ്മ അനുഭവിച്ച് നിങ്ങളത് തീർക്കുകയാണ്. മറ്റുള്ളവരുടെ കർമ്മ നിങ്ങളിലേക്ക് കർമ്മ കൊണ്ടുതന്നവരുടെ കർമ്മ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവർക്ക് നാളെ അവർ സ്വയം തളരുന്ന അവസ്ഥ നിങ്ങൾ കാണേണ്ടി വരും, മനസ്സിലായി? പക്ഷെ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറാൻ പാടില്ല. മറ്റുള്ളവർക്കൊരു ദോഷം വരാനായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും അരുത്, മനസ്സിലായോ? നിങ്ങൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇതാണ് പറയേണ്ടത്, മനസ്സിലായോ? ഇത് പറയണമെങ്കിൽ, ഇതിന്റെ അർത്ഥം അറിഞ്ഞ് ഇത് പറയണമെങ്കിൽ, ശരിക്കും ഇത് ഫീൽ ചെയ്ത് പറയണമെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം പരിശുദ്ധി ഉണ്ടാവണം നിങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിലായി? അല്ലാതെ എല്ലാവർക്കും അതിനെ ശരിയായ രീതിയിൽ അത് പറയാൻ പറ്റില്ല. ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥമറിഞ്ഞ് ഉള്ളറിഞ്ഞു പറയാൻ അത് എല്ലാവരെ കൊണ്ട് സാധിക്കുകയില്ല. എല്ലാവരും പറയാം അങ്ങനെ പറയണമെന്ന്. പക്ഷെ നിങ്ങൾ അതൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ ഉള്ളം ശുദ്ധിയാകും.
ഉള്ളം നല്ലതുപോലെ ശുദ്ധമാകുമ്പോഴാണ് നിങ്ങൾക്കത് പറയാനും സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഒരു എനർജിയിലൂടെ വേണം മുന്നോട്ട് വരാൻ. മനസ്സിൽ ആരോടും വിദ്വേഷ വേണ്ട, ആരോടും ഒരു പക വേണ്ട, ശത്രുത വേണ്ട. ശത്രുതയുള്ളവർ അവിടെ ഇരുന്നോട്ടെ, മിണ്ടാൻ പോകണ്ട. മനസ്സിലായി? അല്ലാതെ അവരോട് പക വീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയാണ് ഡൗൺ ആവുന്നത്. അതുകൊണ്ട് ആരോടും ഒരു വിദ്വേഷവും ഉള്ളിൽ വെച്ച് പെരുമാറാൻ പാടില്ല. മനസ്സിലായി? എന്നാൽ വിചാരിക്കും ഒരുപാട് ശത്രുക്കളൊക്കെ കാണും, നമ്മളോട് ശത്രുത ചെയ്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? അങ്ങനെ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് അത് ചെയ്തോളും കേട്ടോ. നിങ്ങൾക്ക് നന്മ കൊണ്ടുതരുന്നത് യൂണിവേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് തീർച്ചയായിട്ടും നിറഞ്ഞ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ യൂണിവേഴ്സിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറയണ്ട. നമുക്കതിന്റെ ആവശ്യമില്ല, എനിക്കതിന്റെ ആവശ്യമില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ വന്നിരിക്കുന്നത് ബ്രൂമാണ്. ബ്രൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ, ഇവിടെ ചൂലെടുത്ത് മുറിക്കകം ഒക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു ചൂല് കൊണ്ട് നിങ്ങളുടെ മനസ്സിനകവും വൃത്തിയാക്കണം. മനസ്സിലായോ? നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജിയുടെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ ചൂല് വന്നു കഴിഞ്ഞു. ഇവിടെ മുഴുവനും വീടൊക്കെ അടിച്ച് തളിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ, അടിച്ച് വാരി വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് കാണാൻ, അല്ലേ? അവിടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒക്കെ തളിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല പരിശുദ്ധി ഉണ്ടാവും. ഒരു ചന്ദനത്തിരിയോടൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ എന്താ ഒരു സുഗന്ധം, അല്ലേ? അവിടെ ഒരു പരിശുദ്ധി നിറയും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലെയും മാലിന്യങ്ങളെ നിങ്ങൾ നീക്കം ചെയ്യണം. അവിടെയാണ് നിങ്ങളുടെ സക്സസ് വരുന്നത്. ആ ഒരു പ്രകാശത്തിലാണ്, ആ ഒരു പരിശുദ്ധിയിലാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോകരുത്. ആ സമയം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത്, ആ ഒരു വർക്ക് ചെയ്തോളൂ. ഒരു മിനിറ്റ് പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ കളയണ്ട. പകരം എന്താണ്, സ്വയം ഉന്നതിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, കോൺഫിഡൻസ് ആണ്. കണ്ടില്ലേ, ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഒത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെക്കാൾ ഒരുപാട് സൗന്ദര്യമുണ്ട്, എന്നെ ആര് കണ്ടാലും ഒന്ന് നോക്കും, കണ്ടില്ലേ എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇവിടെ. ഇവിടെ ആള് കോൺഫിഡന്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തിൽ കോൺഫിഡന്റ് ആവണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ചെറിയൊരു പുഞ്ചിരി ഉണ്ടാകണം മുഖത്ത്. ഇവിടെ ഒന്ന് നേരെ കണ്ണാടിയിലേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ പേരിപ്പം രാമൻ എന്നാണോ സീത എന്നാണോ, അങ്ങനെയാണെങ്കിൽ എന്താണ് സീത എന്നായിക്കോട്ടെ, കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ലവ് യു സീത, യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ സോ ക്യൂട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. മനസ്സിലായോ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല സീത എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ പ്രതിരൂപത്തെ നോക്കിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്. ഇത് നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. ആദ്യം നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. നമ്മളുടെ വാക്കുകൾ നന്നായിരിക്കണം, നമ്മളുടെ പ്രവർത്തികൾ നന്നായിരിക്കണം, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൂടി ഇഷ്ടപ്പെടാൻ ശ്രമിക്കും. ഇവിടെ അങ്ങനെയാണ് സമൂഹത്തിൽ ഉയർന്ന ഒരു പദവിയിലേക്ക് വരികയാണ്. ഇവിടെ മറ്റുള്ളവർ ആര് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കുന്ന സൗന്ദര്യം എനിക്കുണ്ട് എന്ന് സ്വയം കണ്ണാടിയിൽ നോക്കി അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. മറ്റുള്ളവർക്കുള്ള കഴിവല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കുള്ള കഴിവ് മറ്റുള്ളവർക്കില്ല. ഐ ആം കേപ്പബിൾ, ഐ ആം സ്മാർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്, ഇതൊക്കെ കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി ലഭിച്ചു കഴിയും. ഇവിടെ എന്ന് അതിരാവിലെ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം എന്താണ്, കുറച്ചൊന്ന് സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരും. അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 2-3 പേർക്ക് കൂടി ചേർന്ന് ഇത്തരത്തിലുള്ള കോൺഫിഡന്റ് ആകുമ്പോൾ, നിങ്ങൾ കോൺഫിഡന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ മണി ഏൺ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? എന്താണോ നിങ്ങൾ ടീം വർക്കിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത് അത്
നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ജസ്റ്റിസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നു, നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ല. അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായ ലൈഫിലോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഡിവൈൻ ഒരു പോസിറ്റീവ് എനർജി തരും, പോസിറ്റീവ് റിസൾട്ട് തരും. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ചോറക്കൽ കാർഡ്സ് കൂടെ നോക്കാം. ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാവേ. ട്രൂത്താണ് വന്നിരിക്കുന്നത്. മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് പവറാണ് കേട്ടോ. 8 ആണ് നമ്പർ. നിങ്ങളൊരു അബണ്ടൻസിലേക്ക് പോകുന്നു, നിങ്ങൾ അബണ്ടന്റ് ആവുന്നു എന്നുള്ളതാണ്. ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കുന്നു. കഴിവുകൾ ശേഖരിക്കുക എന്നുള്ളതല്ല, കഴിവ് വന്നു ചേരുന്നു. മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. പവർ കണ്ടില്ലേ, നിങ്ങളുടെ രൂപം തന്നെ ഒന്ന് മാറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രൂപമാറ്റം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഇങ്ങനെ ഒരു ശക്തി പ്രാപിച്ചുള്ള ഒരു രൂപമാറ്റമാണിത്. ഇത് ശക്തിയിലൂടെ, ഇതുവരെ എന്താണ് പവർലെസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളിൽ പലരും. അപ്പോൾ ഈ ഒരു സമയത്ത്, ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾ വിചാരിക്കുകയാണ്, ഞാൻ പവർലെസ് അല്ല, ഞാൻ പവർഫുള്ളാണ്, ഫുൾ പവറാണ് ഞാൻ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകും. ഞാൻ കൂടുതലായിട്ട് ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു ഇന്ന് മുതൽ. പല കാര്യങ്ങളിലും, ഒരു കാര്യത്തിലല്ല പല കാര്യങ്ങളിലും എനിക്ക് എൻ്റെ ജീവിതത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകേണ്ടതായ പല കാര്യങ്ങളിലും ഞാൻ ഇവിടെ ശക്തിമാനായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ശക്തിയായി മുന്നോട്ട് വരുന്നുണ്ട്. ഞാൻ അതിന് തക്കതായിട്ടുള്ള പവർഫുൾ ആവുകയാണ്, ഞാൻ ആക്റ്റീവ് ആകാൻ പോവുകയാണ്. ഞാൻ ഇന്ന് തൊട്ട് മടി പിടിച്ചിരിക്കാൻ പോകുന്നില്ല, ഞാൻ അബണ്ടന്റ് ആവുന്നു. കണ്ടില്ലേ, 8 ആണ് നമ്പർ. ഇവിടെ അബണ്ടൻസിന്റെ നമ്പറാണ് 8 എന്ന് പറയുന്നത്, ദൈവാനുഗ്രഹത്തിന്റെ നമ്പറാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ട്രൂത്ത് ആണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വരും തോറും സത്യാവസ്ഥകളൊക്കെ പലതിൻ്റെയും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വേണമല്ലോ മുന്നോട്ട് വരാൻ, അല്ലെ? മുന്നോട്ടൊരു സക്സസ്സിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരുപാട് സത്യസന്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുള്ളതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നു. ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ്, ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുത്താൻ സാധിക്കുന്നു. 4 ആണ് നമ്പർ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, അത് നിങ്ങളുടെ വസ്ത്രത്തിലായാലും നിങ്ങളുടെ രൂപമാറ്റ സൗന്ദര്യത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്, ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ 1 ആണ് നമ്പർ. അതിൻ്റെതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. എന്തിന്റെ തുടക്കമാണ്? ഐശ്വര്യത്തിന്റെ തുടക്കം. പ്രോസ്പെറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നു. ഇവിടെ ഇതാണ്, മാറ്റം സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അത് നിങ്ങൾ സ്വയം വിചാരിക്കണം, ഒരു മാറ്റം നിങ്ങൾക്ക് വരുത്തണമെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ, വീഡിയോ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറന്നുപോലെ, പലരും മറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക. അങ്ങനെ എനിക്കൊരു സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.